ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നും പതിവ് പോലെ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 12 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹിസ്റ്ററി NIS കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റും ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ സമയമെടുത്ത് പഠനം എപ്പോഴും സന്തോഷമായിട്ട് പഠിച്ചു തീർക്കുക. നല്ല രീതിയിൽ പഠിക്കുക, പഠനം സുഖമായിട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടെ പറയുന്നു, ചാപ്റ്റർ 12 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ചാപ്റ്ററിലും അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അന്ന് പറയുന്നത് അതിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോക്കൽ സിസ്റ്റം ആ സമയത്തുണ്ടായിരുന്ന, അതായത് നമ്മുടെ ഡൽഹി സൽത്തനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ആ സെക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിന്റെ കമ്പോള പരിഷ്കരണങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൻസബ്ദാരി സിസ്റ്റം, ജാഗിർദാരി സിസ്റ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പാഠമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. മാക്സിമം നിങ്ങൾ സമയം എടുത്ത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതനുസരിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയമുള്ളവർ മടി കൂടാതെ എന്തുണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങൾക്ക് ചോദിക്കാം, അതുപോലെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുപോലെ തന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. essay ക്വസ്റ്റ്യൻ വരാം, ഷോർട്ട് ക്വസ്റ്റ്യൻ വരാം. ഈ മൻസബ്ദാരി സിസ്റ്റവും ജാഗിർദാരി സിസ്റ്റവും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ കഴിഞ്ഞ ഒരുപാട് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നെയും നമുക്ക് മാക്സിമം ആയിട്ട് റിപ്പീറ്റ് കൊടുത്ത് പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്, അല്ലെ? നമ്മൾ ഒരിക്കൽ പഠിച്ച കാര്യം പിന്നെയും നമ്മൾ എഫോർട്ട് എടുത്ത് പഠിക്കുമ്പോൾ അത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിൽ കിടക്കും. അപ്പൊ നമ്മൾ ഇനി കഥ പറഞ്ഞു പോകുന്നില്ല, മാക്സിമം നമ്മുടെ ക്ലാസ്സിലോട്ട് വളരെ പെട്ടെന്ന് പോവാം. ഓക്കെ, റെഡി? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ സുൽത്താനേറ്റ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ്. എന്തായിരിക്കാം? ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുക. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ്? ഇവയെ പല മേഖലകളായിട്ടാണ് തിരിച്ചത്. രാജ്യത്തെ പല മേഖലകളായിട്ട് തിരിക്കുന്നു. അവയുടെ പേര് ഇക്താസ് എന്നറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ മാക്സിമം പഠിക്കുക. എങ്ങനെയാണ്? രാജ്യത്തെ പല മേഖലകളായിട്ട് തിരിക്കുന്നു, ഇവയെ ഇക്താസ് എന്ന് അറിയപ്പെടുന്നു. ഓരോ ഇക്തയും എന്തിന് കീഴിലായിരുന്നു? മുക്തിക്ക് കീഴിലായിരുന്നു. ഓരോ ഇക്തയും മുക്തിയുടെ കീഴിലായിരുന്നു. അപ്പൊ ഒന്നുകൂടെ ഇത്രയും പറഞ്ഞു തരാം. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇക്താസ് എന്നറിയപ്പെട്ടു. എന്ത് പേരിൽ അറിയപ്പെട്ടു? യെസ്, ഇക്താസ് എന്നറിയപ്പെട്ടു. ഓരോ ഇക്തയും ഓരോ മുക്തിയുടെ കീഴിലായിരുന്നു. ഇക്തയുടെ പരിപൂർണമായ ഭരണ ചുമതല മുക്തിക്കും അതുപോലെ ഭൂനികുതി പിരിക്കുന്നതിന്റെയും ക്രമസമാധാനം പുലർത്തുന്നതിന്റെയും ചുമതല മുക്തിക്കുമായിരുന്നു. ഇക്തയുടെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? ഭൂനികുതി പിരിക്കുന്നതിന്റെയൊക്കെ ചുമതല ആർക്കായിരുന്നു? മുക്തിക്ക് ആയിരുന്നു. അപ്പൊ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു അവിടെ. ഗ്രാമങ്ങളുടെ ഭരണത്തലവൻ ആരായിരിക്കും? സ്വാഭാവികമായിട്ട് ഗ്രാമത്തലവനായിരുന്നു. ഗ്രാമങ്ങളുടെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ഗ്രാമത്തലവനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ പ്രവിശ്യകളെ ഷിക്കുകളായും അവയെ പർഗാനകളായിട്ടും തിരിച്ചു. ഇത്രയുള്ള 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു തരാം. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ എന്തിനെ കുറിച്ചാണ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ, ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ എന്തെന്ന് പറയുന്നു? രാജ്യത്തെ പല മേഖലകളായിട്ട് തിരിച്ചു. ഇവയെ ഇക്താസ് എന്നറിയപ്പെടുന്നു. ഓരോ ഇക്തയും എന്തിനു കീഴിലായിരുന്നു? മുക്തിക്ക് കീഴിലായിരുന്നു. ഇക്തയുടെ പരിപൂർണമായ ഭരണ ചുമതല മുക്തിക്കും ഭൂനികുതി പിരിക്കുന്നതിന്റെയും ക്രമസമാധാനം പുലർത്തുന്നതിന്റെയും ചുമതല മുക്തിക്കായിരുന്നു. ആർക്കായിരുന്നു? മുക്തിക്കായിരുന്നു. ഗ്രാമങ്ങളുടെ ഭരണം ഗ്രാമത്തലവന്മാരായിരുന്നു. പ്രവിശ്യകളെ ഷിക്കുകളെ എന്തായിട്ട് തിരിച്ചു? പർഗാനകളായിട്ടും തിരിച്ചു. മനസ്സിലായോ?
ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇക്താസ് എന്താണ്, മുക്തീസ് എന്താണ്. നിർത്തി വീഡിയോ ലെങ്ത് കൂടുകയാണെങ്കിൽ നിങ്ങൾ നിർത്തി എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണങ്ങൾ. അലാവുദ്ദീൻ ഖിൽജി നമുക്കറിയാം അല്ലെ, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ ശക്തമായ ഒരു ഭരണ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതായത് ഇദ്ദേഹം വ്യാപാര രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അഴിമതി തടയുന്നതിനും അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യാപാര മേഖലയിലെ പിടിച്ചുപറി, കൊള്ള ഇതെല്ലാം മാറ്റുന്നതിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭരണ പരിഷ്കരണം എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒന്നാണ്. അപ്പൊ ഒന്നുകൂടെ അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് കൊണ്ടുവന്നത്? കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്. അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്. ഇദ്ദേഹം ഈ കമ്പോള പരിഷ്കരണം എങ്ങനെയാ കൊണ്ടുവരാൻ കുറച്ച് കാരണങ്ങളുണ്ട്. വെറുതെ ഒരു ദിവസം ഇരുന്ന് കമ്പോള പരിഷ്കരണം കൊണ്ടുവരൂ? ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാകാനായിട്ട് ഇടയായ 3 കാരണങ്ങളാണ്. ഒന്ന്, മംഗോളിയൻ ആക്രമണത്തെ നേരിടുന്നതിനുള്ള യുദ്ധസന്നാഹ നടപടി സ്വീകരിക്കുക. ഒന്നാമത്തെ കാരണം എന്താണ്? മംഗോളിയൻ ആക്രമണം എന്ന് പറയുമ്പോൾ അറിയാം, മറ്റു രാജ്യം നമ്മുടെ എവിടെയാണ്, ഡൽഹി സൽത്തനേറ്റിനെ ആക്രമിക്കാനായിട്ട് വരും. ആ സമയത്ത് അത് തടസ്സം നിൽക്കാതെ അതിനെ എന്ത് ചെയ്യാനാണ്? നേരിടുന്നതിനുള്ള യുദ്ധസന്നാഹ നടപടി എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുവരണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പോ ചിലപ്പോ എക്സാമിന് ചോദിക്കാം, അലാവുദ്ദീൻ ഖിൽജി എന്തുകൊണ്ടാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം കമ്പോള പരിഷ്കരണം കൊണ്ടുവരാൻ ഇടയായ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 കാരണങ്ങളാണ്. ഒന്നാമത്തത് എന്താണ്? മംഗോളിയൻ ആക്രമണത്തെ നേരിടുന്നതിനുള്ള യുദ്ധസന്നാഹം നടപടി സ്വീകരിക്കുക. പിന്നെ എന്താണ്? സാമ്പത്തിക മേഖലയെ ശക്തമാക്കുക. സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക മേഖലകളിൽ പിന്നോക്കം നിന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് സാമ്പത്തിക മേഖല എന്ത് ചെയ്യുക? ശക്തമാക്കുക എന്ന ഘടനയുമായി വന്ന വ്യക്തിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. സാമ്പത്തിക മേഖല ഡള്ളായിട്ടാണ് ഇരുന്നത്, അതറിയാം, നമുക്കറിയാം. പല അഴിമതിയൊക്കെ കാണിച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ത് ചെയ്തിരുന്നു? കുറഞ്ഞിരുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് സാമ്പത്തിക മേഖല എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഭദ്രമാക്കുക. അങ്ങനെ എന്ത് ചെയ്തതാണ്? വന്ന ഒരു കമ്പോള പരിഷ്കരണമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണം. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് എന്താണ്? സൈനികരുടെ ജീവിതം പ്രയാസരഹിതമാക്കുക. അതായത് ആ സമയത്തുണ്ടായിരുന്ന പട്ടാളക്കാരുടെ ജീവിതം വളരെ പ്രശ്നമായിരുന്നു. അവർക്ക് എന്ത് കിട്ടില്ലായിരുന്നു? ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു. ആ ശമ്പളമൊക്കെ വളരെ കുറവായിരുന്ന സമയത്ത് ഈ കമ്പോള പരിഷ്കരണത്തിലൂടെ കിട്ടുന്ന സാമ്പത്തിക ഭദ്രത ആർക്കൂടെ ഉപയോഗിക്കാം? പട്ടാളക്കാർക്കൂടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ രീതിയിലാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ 3 ഘടകങ്ങളാണ്, ഒന്നുകൂടെ പറയുകയാണ് 3 ഘടകങ്ങൾ. ഒന്നാമത്തത് മംഗോളിയൻ ആക്രമണത്തെ ചെറുത്ത് നിൽക്കാനായിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്. രണ്ടാമത്തത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് എന്താണ്? യെസ്, കറക്റ്റ്, സൈനികരുടെ ജീവിതം പ്രയാസമില്ലാത്ത രീതിയിലാക്കുക, അല്ലെ, പ്രയാസരഹിതമാക്കുക. ഈ 3 ഘടകങ്ങളാണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. അടുത്തത് എന്താണ്? അദ്ദേഹം കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്ത് സാധനങ്ങളുടെ വില നിശ്ചയിക്കുകയും അതുപോലെ തന്നെ അവയെ എന്ത് ചെയ്യുന്നു? ഏകീകരിക്കുകയും അദ്ദേഹം ചെയ്തു. രാജ്യത്ത് സാധനങ്ങളുടെ വില നിശ്ചയിക്കുകയാണ്. അദ്ദേഹം രാജാവ് പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒരു വില, അതിനപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല? വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. നിശ്ചിത ആ വിലക്കനുസരിച്ച് തന്നെ സാധനങ്ങൾ വിൽക്കണം. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലോ ഏതെങ്കിലും കടകളിൽ പോയാലോ അതിൽ അടിച്ചിരിക്കുന്ന വില ആയിരിക്കില്ല ചിലപ്പോ, അല്ലെ? ചിലപ്പോൾ കുറച്ച് 1-2 രൂപ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. ഇങ്ങനെയൊന്നുമുള്ള ഏർപ്പാട് അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? ഒരു നിശ്ചയിച്ച വില, അതനുസരിച്ച് തന്നെയായിരുന്നു എന്ത് നടപ്പിലാക്കിയിരുന്നത്? വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം നടപ്പിലാക്കിയിരുന്നത്. രണ്ടാമത്തത് എന്തായിരുന്നു? രാജ്യത്തെ അളവ് തൂക്കങ്ങൾ ഏകീകരിച്ചു. അളവ് തൂക്കങ്ങൾ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് മെഷേഴ്സ്, അല്ലെ? വെയിറ്റിംഗ് മെഷേഴ്സ് എന്ന് നമുക്കറിയാം. അതായത് ത്രാസ് ഉണ്ടല്ലോ, നമുക്കറിയാം. പണ്ട് സാധനമൊക്കെ വാങ്ങാൻ കുഞ്ഞിലൊക്കെ ആയിരിക്കുമ്പോൾ, ഇപ്പോഴും നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ അതൊരു കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതായത് ഒരു സാധനം അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു
എന്താണ് ആ കോമ്പസ് പോലത്തെ സാധനം കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് വരെ എന്താണ് അതാണ് കറക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അളവ് തൂക്ക മെഷർമെന്റ്സ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നാണ് അല്ല. അപ്പൊ അതുപോലെ അളവ് തൂക്ക കാരണങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഏകീകരിച്ചു. മെഷർമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷേഴ്സ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ് എന്ന് പറയാം, അതെല്ലാം എന്ത് ചെയ്തു, അദ്ദേഹം ഏകീകരിക്കുകയാണ്. അതായത് ഇപ്പൊ 1/2 കിലോ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 1/2 കിലോ ഉള്ളി വാങ്ങിക്കുകയാണെങ്കിൽ 1/2 കിലോ തന്നെ ആയിരിക്കണം. അത് കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ആ ഒരു കള്ളത്തനം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പാടാത്ത രീതിയിൽ അളവ് തൂക്ക സമ്പ്രദായങ്ങളെല്ലാം എന്ത് ചെയ്തു, ഏകീകരിച്ചു അല്ലെ. അവിടെ ഒരു കള്ളത്തനം, ത്രാസിന്റെ അടിയിൽ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ത്രാസിന്റെ അടിക്ക് വെയിറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനം കുറവായിരിക്കും, പക്ഷെ വെയിറ്റ് അനുസരിച്ച് അതെന്തായിരിക്കും, കയറി നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള കള്ളത്തരമായിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്, അഴിമതി തടയുക. രാജ്യത്തുണ്ടായിരുന്ന അഴിമതി അപ്പാടെ തുടച്ചു മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്, ഉൽപാദന ശേഖരണത്തിന് വേണ്ടിയിട്ട് സംഭരണശാലകൾ, ധാന്യപ്പുരകൾ തുറന്നു. ധാരാളം സംഭരണശാലകൾ അല്ലെ മുക്കിന് ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങൾ അദ്ദേഹം തുറക്കുകയുണ്ടായി. പിന്നെ എന്താണ്, ഉൽപാദകരോട് 10 പൗണ്ട്, എത്ര പൗണ്ടാണ്, 10 പൗണ്ട് സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യുക, കൈവശം വെക്കുക, ബാക്കിയുള്ളത് രാജ്യത്തിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ, രാജ്യത്തിന് നൽകണം. അത് നല്ലൊരു ഏർപ്പാടാണ് അല്ലെ. അതായത് 10 പൗണ്ട്, വെറും 10 പൗണ്ട് എന്താണ്, രാജ്യത്തിന് സാധനങ്ങൾ മാത്രം വെക്കാം, ബാക്കി ആർക്ക് കൊടുക്കണം, രാജ്യത്തിന്. അതായത് അമിതമായിട്ട് ഉൽപാദകരോ എന്ത് ചെയ്യാൻ പാടില്ല, കടകളിലോ സാധനങ്ങളോ ഒന്നും തന്നെ വയ്ക്കാൻ പാടില്ല. ബാക്കി ആരുടെ കൈകളിൽ കൊടുക്കണം, രാജാവിന്റെ കൈകളിൽ കൊടുക്കണം. രാജാവ് അത് എന്ത് ചെയ്യും, സൈനികർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും. മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് അലാവുദ്ദീൻ ഖിൽജി കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നതെന്നാണ്. എന്തിനാണ്, ഉൽപാദകരോട് 10 പൗണ്ട് മാത്രം എന്ത് ചെയ്യുക, കൈവശം വയ്ക്കുക, ബാക്കി ആർക്ക് കൊടുക്കുക, കറക്റ്റ്, രാജ്യത്തിന് കൊടുക്കുക. പിന്നെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, എതിർത്തു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് ഇതെല്ലാം എതിർത്തു. പിന്നെ എന്താ പറഞ്ഞത്, ഗതാഗത സംവിധാനം നിയന്ത്രിച്ചു. ഗതാഗത സംവിധാനം നിയന്ത്രിക്കുകയും വാഹന ഉടമകൾക്ക് സർക്കാരായി കരാറിൽ ഏർപ്പെടാനും ആവശ്യമുള്ള സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള സമ്മതപത്രം. ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഗതാഗത സംവിധാനം നിയന്ത്രിച്ചു. ഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്, വെഹിക്കിൾസിന്റെ കാര്യങ്ങളിൽ വണ്ടി ഒക്കെ എന്ത് ചെയ്യുക, നിരത്തിലോട്ട് ഇറങ്ങുമ്പോൾ അപ്പാടെ നമുക്ക് തോന്നുന്നത് പോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഓടിക്കാനോ അതിനൊന്നും പാടില്ല. അതൊരു കൺട്രോൾ ചെയ്തിട്ട് അതെങ്ങനെയാണ് പറഞ്ഞത്, വാഹന ഉടമകൾ ആരുമായിട്ട് ഒരു കരാറിൽ ഒപ്പിടണം, രാജാവുമായിട്ട് ഒരു കരാറിൽ കർശനമായി ഒപ്പിടണം. എങ്ങനെയാണ് പറഞ്ഞത്, വാഹന ഉടമകൾക്ക് സർക്കാരായി കരാറിൽ ഏർപ്പെടാനും ആവശ്യമുള്ള സമയങ്ങളിൽ, ശ്രദ്ധിക്കുക, ആവശ്യമുള്ള സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും അതിനു വേണ്ടിയിട്ട് സമ്മതപത്രം. അതായത് ഇപ്പൊ എനിക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഞാൻ ആർക്ക് വേണ്ടിയിട്ട് കൂടെ ആ സേവനം ഉപയോഗപ്പെടുത്തണം, രാജാവിന് വേണ്ടിയിട്ട് കൂടെ എന്ത് ചെയ്യണം, ഞാൻ ഉപയോഗപ്പെടുത്തണം. അതിനുള്ള സമ്മതപത്രം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒപ്പിട്ട് വാങ്ങി. ഈ കമ്പോള പരിഷ്കരണങ്ങളുടെ മേൽനോട്ടം വഹിച്ച വ്യക്തിയെ കഹാൻ ഇ മണ്ഡി എന്നറിയപ്പെടുന്നു. കഹാൻ ഇ മണ്ഡി എന്ന ഉദ്യോഗസ്ഥനാണ് ഈ വ്യാപാര രംഗത്തെ എന്ത് ചെയ്തത്, വ്യക്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ, ഭരണ സംവിധാനം നിയന്ത്രിച്ചു, വാഹന ഉടമകൾക്ക് എന്ത് ചെയ്യണം, സർക്കാരായി കരാറിൽ ഏർപ്പെടാനും ആവശ്യമുള്ള സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങണം. അതായത് ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, രാജ്യത്തിന് വേണ്ടിയിട്ടൂടെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ആ സമ്മതപത്രം കർശനമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ എന്റെ വണ്ടിയിൽ അല്ലെങ്കിൽ എനിക്കുള്ള ആ ഒരു വെഹിക്കിളിൽ ഞാൻ എന്ത് ചെയ്യണം, രാജ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവാൻ ഞാൻ എന്ത് ചെയ്യണം, എന്റെ വണ്ടി ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ട്, ഇതൊരു നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമ്പോള പരിഷ്കരണത്തിന്റെ ആ ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി എന്ത് പേരിൽ അറിയപ്പെട്ടു, കഹാൻ ഇ മണ്ഡി എന്നറിയപ്പെട്ടു. എന്ത് പേരിൽ അറിയപ്പെട്ടു, കഹാൻ ഇ മണ്ഡി എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ക്ലിയർ, നമുക്ക് ഇത് ഇത്രയും ഒന്നുകൂടെ അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണങ്ങൾ ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് നമുക്ക് പോയിന്റ് ഇട്ട് പഠിക്കാം. അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത്. എന്തിനാണ്, തന്റെ രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, തന്റെ രാജ്യത്തിലെ സാമ്പത്തിക ഭദ്രത
ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്. കൂടാതെ അദ്ദേഹം ഇത് കൊണ്ടുവരാനായിട്ട് 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? മംഗോളിയൻ ആക്രമണത്തെ തടയുക. എന്താക്രമണത്തെ? മംഗോളിയൻ ആക്രമണത്തെ തടയുക. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ രാജ്യത്തെ സാമ്പത്തിക മേഖല എന്ത് ചെയ്യുക? സുഭദ്രമാക്കുക. സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കുക. അതുകൂടാതെ എന്താ പറഞ്ഞത്? സൈനിക ജീവിതം പ്രയാസരഹിതമാക്കുക. അതായത് അന്നേരം ജോലി ചെയ്ത സൈനികർക്ക് എന്ത് കൊടുത്തിരുന്നില്ല? മതിയായ വേതനമോ അതുപോലെ തന്നെ അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഒന്നും കൊടുത്തിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? രാജ്യത്തുടനീളം എന്ത് തുറന്നു? സംഭരണശാലകൾ തുറന്നു. രാജ്യത്തുടനീളം സംഭരണശാലകൾ തുറന്നു. സാധനങ്ങളുടെ വില നിശ്ചയിക്കുകയും ഏകീകരിക്കുകയും ചെയ്തു. ഒരു വില അവിടെ നിശ്ചയിച്ചു, അത് ഏകീകരിക്കുകയും ചെയ്തു. പിന്നെ അളവ് തൂക്കങ്ങളെ എന്ത് ചെയ്തു? ഏകീകരിച്ചു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കള്ളത്തരം കാണിക്കുക, അല്ലെ? മെഷർമെന്റ്സിൽ എന്ത് ചെയ്യുക? കള്ളത്തരം കാണിക്കുക. അതുപോലെ തന്നെ പൂഴ്ത്തിവെക്കുക. നമുക്കറിയാം, നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്, റേഷൻ കടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങൾ എന്തില്ല, കെട്ടിക്കിടക്കുകയാണ്, അത് അനധികൃതമായിട്ട് മറ്റുള്ളവർക്ക് കയറ്റുമതി ചെയ്യാണ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യില്ല? വില പോകില്ല. കാരണം ആ സമയത്ത് ആര് വരും? അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനികരും എല്ലാവരും എന്ത് ചെയ്യും? ഇതിനൊക്കെ ശിക്ഷ കൊടുക്കും. അപ്പൊ ഇത് ഒരു ഓർത്തു വയ്ക്കുക. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് ഇത് ഒഴിവാക്കി. കൂടാതെ എന്താ ചെയ്തത്? ഉൽപ്പന്നരോട് എന്ത് പറഞ്ഞു? 10 പൗണ്ട് മാത്രം കൈവശം വയ്ക്കുക, ബാക്കി രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കൂടാതെ എന്താണ്? ഉൽപാദന ശേഖരണത്തിന് വേണ്ടിയിട്ട് ഗതാഗത സംവിധാനം നിയന്ത്രിച്ചു. വണ്ടി ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ വാഹന ഉടമകൾക്ക് സർക്കാരായിട്ട് എന്ത് ചെയ്യണം? ഒരു കരാറിൽ എന്ത് ചെയ്യണം? ഏർപ്പെടണം. ആവശ്യമുള്ള സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് തലസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യണം? സാധനങ്ങൾ എത്തിക്കണം, ഞാൻ എത്തിച്ചു കൊടുക്കണം, അല്ലെ? അതിനുവേണ്ട സമ്മതപത്രവും എന്ത് ചെയ്തു? ഉറപ്പ് കൊടുത്തു. പിന്നെ എന്താ ചെയ്തത്? ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിച്ച വ്യക്തി എന്ത് പേരിൽ അറിയപ്പെട്ടു? കഹാൻ ഇ മന്ത്രി എന്ന് അറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനിയാണ് നിങ്ങളുടെ essay ക്വസ്റ്റ്യൻ. ഇതിനകത്തുനിന്ന് സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ദ മുഗൾസ്. മുഗളന്മാരുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മുഗളന്മാരുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നോക്കാം. ഇന്ത്യയിലെ മുഗൾ ഭരണം തുർക്കി ഭരണത്തിന് തുടർച്ചയായിരുന്നു. നമുക്കറിയാം, തുർക്കികളുടെ എന്താണ് അതിനുശേഷമാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ തുർക്കി ഭരണത്തിന്റെ തുടർച്ചയായിരുന്നു. മുഗൾ ഭരണത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ അക്ബറാണ്, അല്ലെ? മുഗൾ ഭരണ വ്യവസ്ഥയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ആരാണ്? അക്ബറാണ്. കഴിവുറ്റ ഭരണാധികാരി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? അക്ബറാണ്. സ്ഥാപകൻ ആരാണ്? ബാബറാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് മുഗൾ ഭരണ വ്യവസ്ഥയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു രാഷ്ട്ര കാര്യനിർവഹണം, നീതിന്യായം, സൈന്യം, ഇവയുടെ എല്ലാം മേൽനോട്ടം ആർക്ക് തന്നെയായിരുന്നു? നമ്മുടെ രാജാവിനായിരുന്നു, അല്ലെ? ഇപ്പൊ അക്ബറാണ് അക്ബർ, ബാബറാണ് ഇവ. അതായത് ആരാണോ മുഗൾ ഭരണം രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിനാണ് ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ കഴിയുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ എക്സാം വ്യൂ പോയിന്റിൽ നിങ്ങൾ ഇത് എഴുതണം. അതായത് സൈനികം, കാര്യനിർവഹണം, നീതിന്യായം, ഇവയുടെ എല്ലാം ആരാണ് പ്രാധാന്യം വഹിച്ചിരുന്നത്? രാജാവാണ് പ്രാധാന്യം വഹിച്ചിരുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? എന്നിവയുടെ എല്ലാം പരമാധികാരിയായി രാജാവ് തന്നെ നിലകൊണ്ടു. അപ്പൊ ഇത്രയും ഒന്നുകൂടെ നോക്കാം. മുഗൾ ഭരണത്തിന്റെ ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മുഗൾ ഭരണ വ്യവസ്ഥയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? അക്ബറാണ്. മുഗൾ ഭരണ വ്യവസ്ഥയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് അക്ബറാണ്. അക്ബർ എന്തൊക്കെ ചെയ്തത്? അല്ലെങ്കിൽ അക്ബർ എന്നല്ല, ആ സമയത്ത് രാജാക്കന്മാർ എന്താണ്? കാര്യനിർവഹണം, സൈനികം, ഇവയുടെ എല്ലാത്തിന്റെയും, നീതിന്യായം, ഇവയുടെ എല്ലാത്തിന്റെയും ഭരണം കൈവശം വച്ചിരുന്നത് ആര് തന്നെയാണ്? രാജാവ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താണ്? ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ പോയിന്റ്സ് പഠിക്കേണ്ട, എല്ലാം നിങ്ങൾ ലെക്ചർ നോട്ടായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. പൊതുസേവനവും ഉദ്യോഗവൃന്ദവും. അതായത് രാജാവ് കഴിഞ്ഞാൽ എന്താണ്? രാജാവ് കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ വക്കീലിനായിരുന്നു. മുഗൾ ഭരണത്തില് രാജാവ് കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ ആർക്കാണ്? നമുക്കറിയാം, നമുക്ക് ഇവിടെ ഉണ്ട് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇങ്ങനെ നമുക്ക് മന്ത്രിമാർ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ അന്നേരം എന്തായിരുന്നു? നമ്മുടെ രാജാവ് കഴിഞ്ഞ താഴെത്തട്ടിൽ വരുന്ന മുഖ്യ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? വക്കീലായിരുന്നു. ആരായിരുന്നു? വക്കീലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും രാജാവിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് എന്ത് ചെയ്തിരുന്നു? ഭരണം നടപ്പിലാക്കിയിരുന്നു. രാജാവിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ഭരണത്തില്, അതുപോലെ രാജാവിന് എന്ത് സഹായം ഉണ്ടെങ്കിലും ആരാണ് മുന്നിൽ നിന്ന് സഹായിക്കുന്നത്? വക്കീലായിരുന്നു.
മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വാസിർ ഓർ ദിവാൻ ഇ ഖുൾ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെട്ടു? വാസിർ ഓർ അല്ലെങ്കിൽ എന്താണ് ദിവാൻ ഖുൾ എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടു. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് വളരെയധികം പ്രാധാന്യമുള്ള, അതായത് ഭരണകാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, രാജാവിന്റെ ഒപ്പമാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. കൂടാതെ രാജാവ് കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യം ആർക്ക് തന്നെയാണ്? വക്കീലിനാണ്. അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് സമൂഹത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു? കൂടുതലായിട്ട് വിശ്വസിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, വക്കീൽ കഴിഞ്ഞാൽ ആർക്കും പ്രാധാന്യമുണ്ട്? പ്രഭുക്കന്മാർക്കും പ്രാധാന്യമുണ്ട്. ആർക്കും പ്രാധാന്യമുണ്ട് മുഗൾ ഭരണത്തില്? പ്രഭുക്കന്മാർക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് പ്രഭുവർഗത്തിന്റെ ഭരണം എന്നും മുഗൾ ഭരണത്തെ അറിയപ്പെടുന്നു. പ്രഭുവർഗത്തിന്റെ ഭരണം എന്നും മുഗൾ ഭരണത്തെ അറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അതാണ് പൊതു സേവനവും ഉദ്യോഗസ്ഥ വൃന്ദവും. നോക്കിക്കേ, രാജാവ് കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലുള്ളത് ആരായിരുന്നു? വക്കീലായിരുന്നു. രാജാവ് കഴിഞ്ഞാൽ ആരാണ്? വക്കീലാണ്. എല്ലാ കാര്യങ്ങളിലും രാജാവിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ആര് പ്രവർത്തിച്ചിരുന്നു? വക്കീൽ പ്രവർത്തിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? തോളോട് തോൾ ചേർന്ന് ആര് പ്രവർത്തിച്ചിരുന്നു? വക്കീൽ പ്രവർത്തിച്ചിരുന്നു. ഈ വക്കീലിന് എന്ത് പേരിൽ അറിയപ്പെട്ടു? കറക്റ്റ്, ദിവാൻ അല്ലെ? ദിവാൻ. പിന്നെന്താണ്? അല്ലെങ്കിൽ എന്തെന്ന് അറിയപ്പെട്ടു? വാസിർ അല്ലെങ്കിൽ ദിവാൻ ഇ ഖുൾ എന്നറിയപ്പെട്ടു. വാസിർ അല്ലെങ്കിൽ ദിവാൻ ഇ ഖുൾ എന്ന് അറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഭരണകാര്യങ്ങൾ വളരെയധികം സഹായിച്ചിരുന്നു. പിന്നെ പറഞ്ഞത് എന്താണ്? പ്രഭുക്കന്മാർക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ പ്രഭുവർഗത്തിന്റെ ഭരണം എന്നും മുഗൾ ഭരണത്തെ അറിയപ്പെട്ടു. പ്രഭുവർഗത്തിന്റെ ഭരണം എന്നും മുഗൾ ഭരണത്തെ അറിയപ്പെട്ടു. ക്ലിയർ ആവുന്നുണ്ടോ? പറയണോ ഇനി? ആർക്കെങ്കിലും പറയണോ? എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എന്താണ് പറയുന്നത്? നിയമ നീതിന്യായ ഭരണം. മുഗൾ ഭരണത്തിലെ നിയമ നീതിന്യായ ഭരണം എങ്ങനെയാണ്? ഇതിപ്പോ 3 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലും ഇതിനുള്ളിലാണ് സബ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ചോദിക്കാം മുഗൾ ഭരണത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയായിരുന്നു എങ്ങനെ ചോദിച്ചാൽ നിങ്ങളിപ്പോ പറഞ്ഞതാണ് ഏതാ? രാജാവ് കഴിഞ്ഞാൽ ആർക്കാണ്? വക്കീലിനാണ് പ്രാധാന്യം, പ്രഭുവിന് പ്രാധാന്യം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അല്ല എങ്കിൽ ചോദിക്കാം മുഗൾ ഭരണത്തിലെ നിയമ നീതിന്യായം അല്ലെ, ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എങ്ങനെയായിരുന്നു ഉറപ്പാക്കിയിരുന്നത് അല്ലെ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എഴുതാനായിട്ടുള്ളത്. നിയമവും നീതിയും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ? നമുക്കറിയാം പണ്ട് രാജഭരണമാണല്ലേ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു നിയമ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഹമ്മുറബിയുടെ. നമുക്ക് മറ്റു പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എങ്ങനെയാണ്? ശിക്ഷകൾ കഠിനമായിരുന്നു. എങ്ങനെയായിരുന്നു? തെറ്റ് ചെയ്യുന്നവന് എന്ത് കൊടുത്തിരുന്നു? ശിക്ഷ കൊടുത്തിരുന്നു. ശിക്ഷ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? കഠിനമായ ശിക്ഷകൾ കൊടുത്തിരുന്നു. പിന്നെ എങ്ങനെയാണ്? നിയമനീതി ന്യായ രംഗത്തെ പ്രധാന അപ്പീൽ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അപ്പീൽ അല്ലെങ്കിൽ ലാസ്റ്റ് പരമോന്നത കോടതി എന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോടതി. അതുപോലെ അന്നേരം ആരായിരുന്നു? രാജാവാണ്. ഏതൊരു കാര്യം വന്നാലും അവസാനം ആരിലാണ് നിൽക്കുന്നത്? രാജാവിലാണ്. രാജാവിന് അപ്പുറം ആരെങ്കിലും ഉണ്ടോ പൊസിഷൻ? ഇല്ല. രാജാവാണ് പ്രധാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയുടെ നിയമദാതാവ് എന്ന് പറയുന്നത് ആരാണ്? രാജാവായിരുന്നു. പിന്നെ മുഗൾ ഭരണത്തിൽ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു? നീതിന്യായമുള്ളവരായിരുന്നു. അതായത് വരുന്നവനെയും പോകുന്നവനെയും ഒന്നും എന്ത് ചെയ്യില്ല? ഉപദ്രവിക്കില്ല. തെറ്റ് ചെയ്യുന്നവൻ എന്ത് ചെയ്യും? ഉപദ്രവിക്കും. കൂടാതെ നീതിന്യായ വകുപ്പ് തലവനെ എന്ത് പേരിൽ അറിയപ്പെട്ടു? കാസി അഥവാ സാദർ എന്നറിയപ്പെട്ടു. നീതിന്യായ വകുപ്പിന്റെ തലവനെ ഏതു പേരിൽ അറിയപ്പെട്ടു? കാസി അഥവാ സാദർ എന്നറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം എന്ത് ചെയ്യും? രാജാവിന്റെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പിന്നെ കുറ്റകൃത്യങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലാണ് കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ശിക്ഷ വിധിക്കുന്നതും അവിടെ അന്വേഷിച്ച് കണ്ടെത്തുന്നതൊക്കെ ആരായിരിക്കാം? ഓട്ടോമാറ്റിക്കലി ആരായിരിക്കാം? ഗ്രാമത്തലവനാണ്. ഗ്രാമഭരണങ്ങളിൽ എന്താ ചെയ്യുന്നത്? ഗ്രാമത്തലവന്മാരും സർക്കാർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ജില്ലകൾ അല്ലെ? സർക്കാരുകൾ അഥവാ ജില്ലകളിൽ ആരാണ്? ക്രമസമാധാനത്തിന്റെ ചുമതല ഫൗജിദാർക്കായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ക്രമസമാധാനത്തിന്റെ എന്താണ് അവിടുത്തെ സർക്കാരുകൾ അഥവാ ജില്ലകളിൽ ക്രമസമാധാന ചുമതല ആർക്കായിരുന്നു? ഫൗജിദാർക്കായിരുന്നു. കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതും പിടിച്ചുപറി നടത്തുന്നവരെ ഒതുക്കുന്നതും ഒക്കെ ഇവർ ആയിരുന്നു. മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. രാജ്യത്തിലാണെങ്കിൽ ആർക്കാണ് പ്രാധാന്യം? രാജാവിനാണ്. ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തലവൻ. സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാരുകളുടെ വേറൊരു പേരാണ് എന്ത്? ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ സർക്കാരുകൾ അല്ലെങ്കിൽ ജില്ലകൾ അല്ലെ? സർക്കാരുകൾ അല്ലെങ്കിൽ ജില്ലകൾ. സർക്കാരിന്റെ വേറൊരിതാണ് ജില്ലകൾ. അവിടെ ആർക്കാണ്? ഫൗജിദാർക്ക്. ആർക്കാണ്? ഫൗജിദാർക്കാണ് എന്ത് കൊടുത്തിരുന്നത്? ശിക്ഷകൾ വിധിക്കാനും അതുപോലെ തന്നെ എന്തിനും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള
ചുമതല കൊടുത്തിരുന്നത്. കൂടാതെ കലാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അടിച്ച് ഒതുക്കുന്നതിനുള്ള റൈറ്റ്സ് ഇവർക്ക് ഉണ്ട്. ഖാസികൾ ഖുറാൻ നിയമ സംഹിതകളാണ് പിന്തുടർന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, ആരാണ് ഖാസി എന്ന് പറയുന്നത്? നീതിന്യായ വകുപ്പിന്റെ തലവനെയാണ് എന്ത് വിളിച്ചത്? ഖാസി. ഈ ഖാസികൾ ഏതാണ്? ഖുറാൻ നിയമങ്ങളാണ് മുന്നിൽ വച്ചിരുന്നത്. ഖുറാൻ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്, അല്ലെ, വിശുദ്ധ ഖുറാൻ അനുസരിച്ചിട്ടാണ് നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. പിന്നെ വധശിക്ഷയ്ക്ക് ചക്രവർത്തിമാരുടെ അനുമതി വേണം. ആരെയെങ്കിലും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പോയി തൂക്കിക്കൊല്ലാനൊന്നും ഗ്രാമത്തലവന്മാർക്കോ അല്ലെങ്കിൽ ഫൗജിദാർക്കോ ഒന്നും റൈറ്റ്സ് ഇല്ല. ആര് വരണം? രാജാവാണ്, അല്ലെ. രാജാവിന്റെ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ശിക്ഷകൾ വിധിക്കാൻ. അത് വധശിക്ഷയ്ക്ക് ആരുടെ അധികാരം വേണം? നമ്മുടെ രാജാവിന്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ അനുമതി വേണം. പിന്നെ അന്നേരം ജയിൽ സംവിധാനം ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? ജയിൽ സംവിധാനം. ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ജയിൽ സംവിധാനമൊന്നും അന്ന് ഇല്ലായിരുന്നു. എഴുതി തയ്യാറാക്കിയ നിയമവ്യവസ്ഥയും ഇല്ലായിരുന്നു. ഒരു കൃത്യമായിട്ടുള്ള നമുക്കിപ്പോ ഒരു തെറ്റ് ചെയ്ത IPC ഇത്ര വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു നിയമ സംഹിത ഉണ്ട്. പക്ഷെ അന്നേരം എന്തില്ലായിരുന്നു? ഒരു നിയമ വകുപ്പ് അവിടെ ഇല്ലായിരുന്നു. എഴുതി തയ്യാറാക്കിയ നിയമ സംഹിത ഇല്ലായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കാം, പക്ഷെ ജയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങളുടെ 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കുകയാണ്, മുഗൾ ഭരണത്തിലെ നീതിന്യായ വ്യവസ്ഥ, അല്ലെ, ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? രാജാവ് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചു, വക്കീലിനാണൊക്കെ. പരമോന്നത കാര്യം ആർക്കാണ്? രാജാവിന് തന്നെയാണ്. പരമോന്നത കാര്യം രാജാവിനാണ്. രാജാവാണ് നീതിയും നിയമവും ഒക്കെ എന്ത് ചെയ്തിരുന്നത്? നടപ്പിലാക്കിയിരുന്നത്. കൂടാതെ എന്താ പറഞ്ഞത്? കറക്റ്റ്. ആരാണ്? ഖാസി അഥവാ സാദർ ആയിരുന്നു നീതിന്യായ വ്യവസ്ഥയുടെ തലവൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമത്തലവൻ, ജില്ലകളിലോ സർക്കാരുകളിലാണെങ്കിൽ ഫൗജിദാർ, ജില്ലകളിലോ സർക്കാരുകളിലാണെങ്കിൽ ഫൗജിദാർ. പിന്നെ എന്താ പറഞ്ഞത്? പിടിച്ചുപറി, കവർച്ചാ സംഘങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യും? ഒതുക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഖുറാൻ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവരുടെ നിയമവ്യവസ്ഥ. എന്തനുസരിച്ചിട്ടാണ്? ഖുറാൻ നിയമങ്ങൾ അനുസരിച്ച്. പിന്നെ വധശിക്ഷ നടപ്പിലാക്കി ആരുടെ അനുമതി വേണം? ആരുടെ അനുമതി വേണം? കറക്റ്റ്, ചക്രവർത്തിയുടെ അനുമതി വേണം. വധശിക്ഷ നടപ്പിലാക്കിയ ചക്രവർത്തിയുടെ അനുമതി വേണം. ജയിൽ സംവിധാനം ഇല്ലായിരുന്നു. ജയിൽ സംവിധാനം ഇല്ലായിരുന്നു. പിന്നെ എന്താണ്? എഴുതി തയ്യാറാക്കിയ നിയമസംഹിത അന്നേരം ഇല്ലായിരുന്നു. ഒരു എഴുതി തയ്യാറാക്കിയ നിയമ സംവിധാനം അന്ന് ഇല്ലായിരുന്നു. ഇനി റവന്യൂ സമ്പ്രദായം. എങ്ങനെയാണ് റവന്യൂ സമ്പ്രദായം? അന്നേരത്തെ മുഗൾ കാലഘട്ടത്തിലും റവന്യൂ സമ്പ്രദായം എങ്ങനെയായിരുന്നു? മുഗളന്മാരുടെ വരുമാന മാർഗത്തെ 2ആയിട്ട് തിരിക്കാം. മുഗളന്മാരുടെ വരുമാന മാർഗത്തെ 2ആയിട്ട് തിരിക്കാം. കേന്ദ്ര ഭരണമെന്നും പ്രവിശ്യകളിൽ നിന്നുള്ള ഭരണവും. മനസ്സിലാവുന്നുണ്ടോ? കേന്ദ്ര ഭരണമെന്നും പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാന മാർഗമെന്നും 2ആയിട്ട് തിരിക്കാം. ഒന്നുകൂടി നോക്കിക്കുക. റവന്യൂ സമ്പ്രദായത്തെ നിങ്ങൾക്ക് അറിയാം, പരിമിതികളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്, അല്ലെ. അപ്പോൾ നമുക്കിപ്പോ എഴുതിയിട്ട് പറഞ്ഞു തരാനോ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഇത് നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓട്ടോമാറ്റിക്കായി നിന്നാണ് എനിക്ക് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ക്ലാസ് എടുക്കാൻ ഏറ്റവും ഇഷ്ടവും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരച്ചിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. നിങ്ങൾ മാക്സിമം ഞാനിങ്ങനെ കൈയും കാലും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ലെക്ചർ നോട്ട് എഴുതി പോവുക. എന്താണ്? മുഗളന്മാരുടെ റവന്യൂ സമ്പ്രദായത്തെ എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. കേന്ദ്ര ഭരണമെന്നും അതുപോലെ തന്നെ എന്താണ്? പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം എന്നും. കേന്ദ്ര ഭരണമെന്നും പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം. മനസ്സിലായോ? റവന്യൂ സമ്പ്രദായത്തെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? കറക്റ്റ്. കേന്ദ്ര വരുമാനം എന്നും പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം എന്നും. കേന്ദ്ര ഭരണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കേന്ദ്ര ഭരണത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര വരുമാനത്തിൽ എന്തൊക്കെ വരും? കസ്റ്റംസ് വരും, ജസിയ വരും. മനസ്സിലായോ? കസ്റ്റംസ് വരും, ജസിയ വരും, ഭൂനികുതി വരും, അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള പൈസ വരും, കൊള്ള മുതൽ വരും, പൈതൃക സ്വത്ത് വരും. മനസ്സിലായി? സമ്മാനങ്ങൾ വരും. ഇതെല്ലാം കേന്ദ്ര വരുമാനമാണ്. അപ്പൊ കേന്ദ്ര വരുമാനം ഏതൊക്കെയാണ്? കസ്റ്റംസ്, ഭൂനികുതി, ജസിയ, സമ്മാനങ്ങൾ, പൈതൃക സ്വത്ത്, കൊള്ള മുതൽ. ഇതെല്ലാം കേന്ദ്ര വരുമാനത്തിലാണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ മുഗൾ ഭരണത്തിലെ റവന്യൂ സമ്പ്രദായത്തെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 2ആയിട്ട് തിരിക്കുന്നുണ്ട്. കേന്ദ്ര വരുമാനമെന്നും അതുപോലെ തന്നെയാണ് പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനമെന്നും. കേന്ദ്ര വരുമാനത്തിൽ എത്രയായിട്ട് വരുന്നു? ഏതൊക്കെ വരുന്നുണ്ട്? ഭൂനികുതി. ടേബിൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഭൂനികുതി എന്നും ജസിയ എന്നും അതുപോലെ തന്നെ സമ്മാനം എന്നും പൈതൃക സ്വത്ത് എന്നും കൊള്ള മുതല് കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഇതിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മറ്റ് പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുമ്പോൾ
സാധാരണ ചെറുകിട നികുതികളെല്ലാം ഏതിൽ വരും? നമ്മുടെ പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് വരും. മനസ്സിലായോ? പിന്നെ ഭരണ സംവിധാനത്തിനും നികുതി വരുമാനത്തിനും രാജ്യത്തെ സഭകളായും സഭകളെ സർക്കാരുകളായിട്ടും വിഭജിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭരണ സംവിധാനത്തിനും നികുതി വരുമാനത്തിനും വേണ്ടിയിട്ട് രാജ്യത്തെ, ശ്രദ്ധിച്ചു പഠിക്കുക, രാജ്യത്തെ സഭകളായിട്ടും സഭകളെ പർഗാനകളായിട്ടും തിരിക്കുന്നുണ്ട്. രാജ്യത്തെ സഭകളായും സഭകളെ പർഗാനകളായിട്ടും തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പർഗാനകളെ ഗ്രാമങ്ങളായിട്ടും വിഭജിച്ചു. അപ്പൊ നോക്കിക്കേ, രാജ്യത്തെ, ശ്രദ്ധിച്ചു പഠിക്കുക, രാജ്യത്തെ സഭയെ എന്തായിട്ട് തിരിച്ചു? രാജ്യത്തെ സഭകളായിട്ടും സഭകളെ സർക്കാരുകളായിട്ടും സർക്കാരുകളെ പർഗാനകളായിട്ടും പർഗാനകളെ ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ഗ്രാമങ്ങളായിട്ട്. തിരിച്ചു പഠിക്കുക. എങ്ങനെയൊക്കെയാണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചു പഠിക്കുക. രാജ്യത്തെ സഭകളായിട്ടും, രാജ്യം സഭകളെ എന്തൊക്കെയായിട്ടാണ്? പർഗാനകളായിട്ട്, പർഗാനകളെ സഭകളെ സർക്കാരുകളായിട്ട് വിഭജിച്ചു. അതുപോലെ സർക്കാരുകളെ പർഗാനകളായിട്ടും വിഭജിച്ചു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു പഠിച്ചേ, സഭകളെ തെറ്റിക്കാതെ പഠിക്കാം. രാജ്യത്തെ സഭകളായിട്ടും സഭകളെ സർക്കാരുകളായിട്ടും വിഭജിച്ചു. രാജ്യത്തെ സഭകളായിട്ടും സഭകളെ സർക്കാരുകളായിട്ടും സർക്കാരുകളെ പർഗാനകളായിട്ടും പർഗാനകളെ ഗ്രാമങ്ങളായിട്ടും വിഭജിച്ചു. ജില്ലയിലെ നികുതി പിരിവിന്റെ ചുമതല ആർക്കായിരുന്നു? അമൽ ഹുസാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ജില്ലയിലെ നികുതി പിരിവിന്റെ ചുമതല അമൽ ഹുസാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചുമതല ഉണ്ട്. ഈ അമൽ ഹുസാന് കുറെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. കൃഷിഭൂമിയെ എന്ത് ചെയ്യുക? സംരക്ഷിക്കണം, അളന്ന് തിട്ടപ്പെടുത്തി സംരക്ഷിക്കണം. പിന്നെ അതിൽ നിന്ന് ഒരുപാട് പേർ നികുതി കളക്ട് ചെയ്യാറുണ്ട്. നികുതി തരാത്തവരെ ഒന്നും പോയി ആ ആൾക്കാരെ ചൂഷണം ചെയ്ത് നികുതി പിരിക്കാനുള്ള റൈറ്റ് ഇല്ല. സാവകാശം എന്ത് ചെയ്യുക? നികുതി പിരിക്കുക. കൃഷിഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കാലഘട്ടത്തിലും കൃഷിയുടെ വിളവെടുപ്പ്, സ്ഥിതി വിവര കണക്കുകൾ ഇവയെല്ലാം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്താണ്? നികുതി പിരിക്കുമ്പോൾ കരുണ കാണിക്കണം, അല്ലെ? അതായത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല? നികുതി പിരിക്കാനൊന്നും പാടില്ല. ആൾക്കാരെ എന്ത് ചെയ്യണം? മാക്സിമം പോയി അവർക്ക് തരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവര് നികുതിയൊന്നും എന്ത് ചെയ്യരുത്? അവരോട് ദേഷ്യപ്പെട്ടൊന്നും നികുതി പിരിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആർക്കുണ്ടായിരുന്നു? ഈ അമൽ ഹുസാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ചുമതലകൾ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ റവന്യൂ സമ്പ്രദായത്തെ എന്തൊക്കെയാണ് പറയുന്നത്? മുഗളന്മാരുടെ വരുമാന മാർഗത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കേന്ദ്ര ഭരണമെന്നും അതുപോലെ തന്നെ പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനമെന്നും. കേന്ദ്ര ഭരണമെന്നും പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനമെന്ന്. കേന്ദ്ര ഭരണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഭൂനികുതി, സമ്മാനം, ജസിയ, കസ്റ്റംസ് ഡ്യൂട്ടി, കൊള്ള മുതൽ, പൈതൃക സ്വത്ത്. ഇതൊക്കെയാണ് കേന്ദ്ര ഭരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുമ്പോൾ ഏതാണ്? ചെറുകിടമായിട്ടുള്ള നികുതികളാണ്. ഡിസ്റ്റർബൻസുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. നമ്മൾ വീട്ടിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, അതേ ക്ഷമിക്കുക. അപ്പം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. സ്വാഭാവികമായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്റെ കുട്ടികൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻസിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മറ്റു ഒരു കാര്യങ്ങളിലോട്ട് പോകാതെ നിങ്ങൾ ഇതിലോട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഭരണ സംവിധാനത്തിനും നികുതി വരുമാനത്തിനും രാജ്യത്തെ സഭകളായും സഭകളെ സർക്കാരുകളായിട്ടും സർക്കാരുകളെ പർഗാനകളായിട്ടും പർഗാനകളെ ഗ്രാമങ്ങളായിട്ടും വിഭജിച്ചു. ജില്ലയിലെ നികുതി പിരിവിന്റെ ചുമതല അമൽ ഹുസാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ചുമതലകൾ എങ്ങനെയായിരുന്നു? കൃഷിഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തി ഓരോ കാലഘട്ടത്തിലും കൃഷിയുടെ വിളവെടുപ്പ് എങ്ങനെയാണ്? സ്ഥിതി വിവര കണക്കനുസരിച്ച് കൊടുക്കണം. പിന്നെ നികുതി കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരെ പോയി കുത്തിന് പിടിച്ച് നികുതി വാങ്ങിക്കണോ? ഇല്ല. അവരെ സമാധാനം, അവരോട് കരുണ കാണിക്കണം, അല്ലെ? ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഇതല്ല അമൽ ഹുസാന്റെ. ഓക്കെ, ഇനി ചോദിക്കുന്നു, നമ്മുടെ മുഗളന്മാരുടെ സൈന്യം എങ്ങനെയായിരുന്നു? മുഗളന്മാരുടെ ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. മുഗളന്മാർക്ക് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അശ്വാരൂഢന്മാരുടെ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു.
നിലനിർത്തിയിരുന്നു. എങ്ങനെയാണ്? രാജാവിനെ സംരക്ഷിക്കുന്ന വേണ്ടിയിട്ട് കുതിരപ്പട, കാലാൾപ്പട, അതുപോലെ തന്നെയാണ് പീരങ്കിപ്പട, നാവികസേന, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സൈന്യത്തിൽ ഉണ്ടായിരുന്നു. മുഗളന്മാർക്ക് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അശ്വാരൂഢരുടെ ഒരു സൈന്യത്തെ അവർ നിലനിർത്തിയിരുന്നു. രാജാവിനെ സംരക്ഷിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രാജാവിനെ സംരക്ഷിക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കുതിരപ്പട, കാലാൾപ്പട, നാവികപ്പട, നാവികസേന, പീരങ്കി, ഇങ്ങനെയുള്ള കുറേ സൈന്യ തന്ത്രങ്ങൾ ഇവർക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരോട് അമിത സ്നേഹം ഇവർ കാണിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവരിൽ നിന്ന് എന്ത് പഠിക്കാനാണ്? നാവിക തന്ത്രം അല്ലെങ്കിൽ നാവികസേനയുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് പോയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സൈന്യം എങ്ങനെയാണ്? മുഗളന്മാർക്ക് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അശ്വാരൂഢർ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. രാജാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാൾപ്പട, കുതിരപ്പട, അതുപോലെ തന്നെ എന്താണ് സൈന്യം, അതുപോലെ തന്നെ നമ്മുടെ നാവികപ്പട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ നിലനിർത്തിയിരുന്നു. അപ്പൊ മുഗളന്മാരുടെ സൈന്യം എങ്ങനെയായിരുന്നു? കുതിരപ്പട, കാലാൾപ്പട, സൈന്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ അശ്വാരൂഢരുടെ ഒരു സൈന്യത്തെയൊക്കെ ഇവർ നിലനിർത്തി പോയിരുന്നു. അതുപോലെ അശ്വാരൂഢർ എന്ന് പറയുമ്പോൾ കുതിരകളുടെ ആ ഒരു സൈന്യത്തെയാണ്. അതാണ് സൈന്യത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി രണ്ട് കാര്യങ്ങളാണ്, മൻസംദാരി സിസ്റ്റോ, ജാഗിർദാരി സിസ്റ്റോ. മൻസംദാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? മൻസം എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വാക്കാണ്. മൻസം എന്ന പദത്തിന് അർത്ഥം സ്ഥലം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ഥാനം. മനസ്സിലായോ? മൻസം എന്ന പദത്തിന് അർത്ഥം സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം എന്നാണ്. എന്നിവയൊക്കെയാണ്. ഒരു മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനവും പദവിയും വേതനവും എല്ലാം മാൻസബ് എന്ന് പറയുന്ന ഒരു പദവിയാണ്. ഈ മാൻസബ് എന്ന് പറയുന്ന ഒരു പദവി അനുസരിച്ചിട്ടാണ് ഒരു മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനവും പദവിയും വേതനവും ഒക്കെ എന്ത് ചെയ്തിരുന്നത്? നിയമിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാൻസം സമ്പ്രദായത്തിന്റെ ചക്രവർത്തിയായ ആരായിരുന്നു? അക്ബർ ആയിരുന്നു. മാൻസമിന്റെ ഈ ഒരു കൊണ്ടുവന്ന ഈ മാൻസം എന്ന് പറഞ്ഞ ഒരു സംഹിത കൊണ്ടുവന്നത് നമ്മുടെ അക്ബർ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാൻസംദാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? മാൻസം എന്ന് പറയുന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്ഥലം, സ്ഥാനം. മാൻസം എന്ന് പറയുന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്ഥലം, സ്ഥാനം എന്നാണ്. ഒരു മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനവും പദവിയും വേതനവും എല്ലാം മാൻസം പദവി നിശ്ചയിച്ചിരുന്നു. ഒരു മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനം, ശ്രദ്ധിച്ചിരിക്കുക, ഒരു മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനം, പദവി, വേതനം, സ്ഥാനം, പദവി, വേതനം, ഇതെല്ലാം മാൻസം എന്ന് പറയുന്ന ഒരു പദവിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതാണ് നിശ്ചയിച്ചിരുന്നത്. അതായത് മാൻസം റാങ്ക് കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലാവോ? അപ്പൊ മാൻസം എന്ന് പറയുന്ന ആ ഒരു സംഹിത കൊണ്ടുവന്നത് അല്ലെങ്കിൽ മാൻസംദാരി സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ അക്ബർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ഉദ്യോഗസ്ഥർക്കും മാൻസം പദവി നൽകിയിരുന്നു. ഓരോ മാൻസം പദവിക്കും സത്ത് എന്നും സവർ എന്നും രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സത്ത് എന്നും ഇസട്ട് ആണ്, IZAT. സത്ത് എന്നും സവർ എന്നും രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാൻസംദാരുടെ കീഴിലെ വ്യക്തിപരമായ പദവിയെ സത്ത് എന്ന് പറയുന്നു. ഒരു മാൻസംദാറുടെ എന്താണ്? കീഴിലെ വ്യക്തിപരമായ പദവിയെ എന്തെന്നറിയപ്പെടുന്നു? സത്ത് എന്നറിയപ്പെടുന്നു. സവർ എന്ന് പറയുന്നത് മാൻസംദാർ നിലനിർത്തുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ്. മാൻസംദാർ നിലനിർത്തുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സവർ എന്നും അതുപോലെ തന്നെ അവരുടെ പദവിയെ അല്ലെങ്കിൽ എന്താണ് അവരുടെ വ്യക്തിപരമായ പദവിയെ എന്നറിയപ്പെട്ടു സത്ത് എന്നും അറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മാൻസംദാർ എന്ന് പറയുന്നത് പരമ്പരാഗതമല്ല. അതായത് നമുക്കറിയാം പണ്ടൊക്കെ രാജാവായി കഴിഞ്ഞാൽ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനെ പിടിച്ച് എന്താക്കും? രാജാവാക്കും. അതുപോലെ ഈ മാൻസംദാർ എന്തല്ല? ഹെറിഡിറ്ററി അല്ല, പരമ്പരാഗതമായി അല്ലായിരുന്നു. മാൻസംദാറെ നിയമിക്കുന്നത് സ്ഥാനക്കയറ്റം നൽകുന്നതെല്ലാം രാജാവായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്ഥാനക്കയറ്റം നൽകുന്നത് ആരായിരുന്നു? രാജാവായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ മാൻസംദാരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്താണ്? മാൻസം എന്ന പേർഷ്യൻ വാക്കിനർത്ഥം സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം എന്നിവയൊക്കെയാണ്. മുഗൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനവും പദവിയും എല്ലാം നിശ്ചയിച്ചിരുന്നത് എന്താണ്? ഈ മാൻസം എന്ന് പറയുന്ന പദവിയുടെ അടിസ്ഥാനം. ഒരു സ്ഥാന പദവിയാണ് ഈ മാൻസംദാരി, അത്രയും ഓർത്തു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ മാൻസംദാറിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്ഥാനം, വേതനം, പദവിയൊക്കെ നിയമിച്ചിരുന്നത്. ഓക്കെ, എല്ലാ ഉദ്യോഗസ്ഥർക്കും മാൻസം എന്ന് പറഞ്ഞ പദവി കൊടുക്കുമായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥർക്കും മാൻസം എന്ന് പറഞ്ഞ പദവി കൊടുക്കുമായിരുന്നു. കൂടാതെ എങ്ങനെയാണ്? ഇതൊരു പരമ്പരാഗതമായിരുന്നോ? അല്ല, ഇത് പരമ്പരാഗതമല്ല. പിന്നെ ഈ മാൻസംദാർക്ക് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, സത്ത് എന്നും സവർ എന്നും. എന്തെന്നറിയപ്പെടുന്നത്? സത്ത് എന്നും
സവർ എന്ന് അറിയപ്പെടുന്നു. ഈ സത്ത് എന്ന് പറയുന്ന അവരുടെ വ്യക്തിപരമായ പദവിയെ സത്ത് എന്നും അവർ നിലനിർത്തി പോകുന്ന കുതിരപ്പടയാളികൾ അല്ലെങ്കിൽ കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സവർ എന്നും അറിയപ്പെട്ടു. ക്ലിയർ ആവുന്നുണ്ടോ? ഇവരുടെ എല്ലാം ഈ മാൻസംദാരെ നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും സ്ഥാനക്കയറ്റം കൊടുക്കുന്നതും എല്ലാം ആരായിരുന്നു? രാജാവ് ആയിരുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ? ഇനി അടുത്ത് പഠിക്കാനുള്ളത് ജാഗൃതാരി സമ്പ്രദായം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് എഴുതണം. അതായത് മുഗൾ ഭരണത്തിലെ ഭരണ വ്യവസ്ഥ എന്താണ്, മുഗളന്മാരുടെ ഭരണ സംവിധാനം എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ ആരൊക്കെ വരും? മാൻസംദാരി വരും, സൈന്യം വരും, റവന്യൂ വരും, അതുപോലെ തന്നെ അവരുടെ നീതിന്യായ വ്യവസ്ഥ, ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ വരും. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ 2 മാർക്കിന് ഈ മാൻസംദാരി സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ എടുത്ത് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ജാഗൃതാരി സിസ്റ്റം എന്താണെന്ന് നോക്കാം. 2 മാർക്കിന് ജാഗൃതാരി സമ്പ്രദായം എന്ന് പറയുന്നത് മാൻസംദാർക്ക് എന്ത് കൊടുക്കുന്നു? ശമ്പളത്തിന് പകരം, അല്ലെ, ശമ്പളത്തിന് പണത്തിന് പകരം നൽകുന്നത് ഭൂമിയാണ്. മനസ്സിലാവോ? ഈ പാവപ്പെട്ട ഈ സൈനികർക്ക് എന്ത് കൊടുക്കില്ല? ശമ്പളം കൊടുക്കില്ല. അവർക്ക് എന്ത് കൊടുക്കും? ഭൂമി കൊടുക്കും. ഈ ഭൂമി എത്രയോ ഏക്കർ ഭൂമി കൊടുത്താൽ ആ ഭൂമിക്ക് ഉള്ള ടാക്സ് ഇവർക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്തെടുക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഇവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ച് ഇവർക്ക് എന്താ കൊടുക്കുന്നത്? സ്ഥലമാണ് കൊടുക്കുന്നത്. ആ സ്ഥലത്തിന് എത്ര നികുതി കിട്ടും അത് ഇവർക്ക് കളക്ട് ചെയ്ത് എടുക്കാം. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരുടെ ശമ്പളത്തിന് തുല്യമായ നികുതി എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടുന്ന് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജാഗൃതാരി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? മാൻസംദാർക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത എന്താണ്? ശമ്പളത്തിന് പകരം കൊടുത്ത ഭൂമിയാണ് എന്ത് വിളിക്കുന്നത്? ജാഗിർ, അല്ലെങ്കിൽ എന്താണ് ആ ജാഗൃതാരി സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ മാൻസംദാർക്കാർക്ക് എന്ത് കൊടുക്കില്ല? പൈസ കൊടുക്കില്ല, പകരം എന്ത് കൊടുക്കുന്നുണ്ട്? ഭൂമി കൊടുക്കുന്നുണ്ട്. ആ ഭൂമി എന്തെന്ന് വിളിക്കുന്നു? ജാഗിർ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ജാഗിർ എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് ഇഷ്ടത്തിന് എന്ത് പിരിച്ചെടുക്കാം? നികുതി പിരിച്ചെടുക്കാം. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഇവരുടെ ശമ്പളത്തിന് കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള നികുതി ചിലവർക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാതെ വരും? കിട്ടാതെയായിട്ട് വരും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജാഗൃതാരി സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ജാഗൃതാരി സമ്പ്രദായം എന്ന് പറയും മാൻസംദാർക്ക് അവരുടെ എന്താണ്? ശമ്പളത്തിന് പകരം എന്ത് കൊടുക്കുന്നു? ഭൂമി കൊടുക്കുന്നു. ഈ ഭൂമിയെ എന്തെന്ന് വിളിക്കുന്നു? ജാഗിർ. ശ്രദ്ധിച്ചു പഠിക്കുക, 1 മാർക്കിന് ചോദിക്കാം. ശമ്പളത്തിന് പകരം കൊടുക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നത്? ജാഗിർ എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നും ഇവർക്ക് എന്ത് പിരിച്ചെടുക്കാം? നികുതി പിരിച്ചെടുക്കാം. ചില സമയങ്ങളിൽ ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നികുതി പിരിച്ചെടുക്കാൻ സാധിക്കാതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഒന്നാമത്തേത് എന്താണ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അവിടെയാണ് നമ്മൾ ഇക്താസ് എന്തെന്നും മുക്തീസ് എന്തെന്നൊക്കെ നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണങ്ങൾ നോക്കി. അവിടെയാണ് നമ്മൾ അദ്ദേഹം എന്തൊക്കെ രീതികളാണ് കൊണ്ടുവന്നതെന്നും, അലാവുദ്ദീൻ ഖിൽജിയാണ് കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നത്, മംഗോളിയൻ ആക്രമണം തടയാൻ വേണ്ടിയിട്ടും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നത്. അവിടെ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മൈൻഡിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ശ്രദ്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടും. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, അളവ് തൂക്കങ്ങൾ, പിന്നെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് 10 പൗണ്ട് മാത്രമേ കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ എന്തൊക്കെ ചെയ്തു? രാജ്യത്തിന് വേണ്ടി ഗതാഗത സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നു. അത് കരാറിൽ ഒപ്പിട്ട് വാങ്ങി. പിന്നെ എന്താ ചെയ്തത്? അളവ് തൂക്കങ്ങളൊക്കെ ഏകീകരിച്ചു. ഇനി മുഗളന്മാരുടെ ഭരണ സംവിധാനമാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ്? അവിടെ പൊതുസേവനം, രാജാവാണ് മെയിൻ, അത് കഴിഞ്ഞിട്ട് വക്കീല്, അതുകൊണ്ട് പ്രഭുവർഗം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രഭുവർഗത്തിന്റെ ഭരണം എന്ന് മുഗൾ ഭരണത്തെ അറിയപ്പെട്ടു. അവിടെ അത് കഴിഞ്ഞു. പിന്നെ എന്താണ്? നീതിന്യായത്തിൽ എങ്ങനെയാണ്? രാജാവാണ് പ്രധാനപ്പെട്ട നീതിന്യായ കോടതി എന്ന് പറയുന്നത്. രാജാവാണ് പ്രധാനപ്പെട്ട നീതിന്യായ കോടതി. നീതിന്യായ വകുപ്പിന്റെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? ഹാസി, അല്ലെ? ഹാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സദർ എന്നറിയപ്പെട്ടു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഫൗജിദാർ ഉണ്ടായിരുന്നു, അല്ലെ? സർക്കാരുകളിൽ ഫൗജിദാർ, ഗ്രാമങ്ങളിൽ ഗ്രാമത്തലവൻ. ഓക്കെ, അവർക്ക് ജയിലുണ്ടായിരുന്നോ? ഇല്ല, അഴിമതി തടഞ്ഞിരുന്നു, ജയിലില്ലായിരുന്നു, അല്ലെ? അവിടെ അത് പഠിച്ചു. പിന്നെ നമ്മൾ റവന്യൂ എന്താന്ന് പഠിച്ചു. റവന്യൂ എന്ന് പറയുമ്പോൾ 2 റവന്യൂ ഉണ്ട്. കേന്ദ്ര വരുമാനം ഉണ്ട്, അല്ലാത്ത വരുമാനം ഉണ്ടായിരുന്നു. അതായത് അല്ലാത്ത വരുമാനം എന്ന് പറയുമ്പോൾ പ്രവിശ്യകളിൽ നിന്നുള്ള ചെറുകിട വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ചുമതലകൾ വഹിക്കാൻ ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഇവിടെ പറയുന്നുണ്ട് അമൽ ഹുസാർ, അല്ലെ? അമൽ ഹുസാർ എന്ത് ചെയ്തു? ആരെങ്കിലും നികുതി കൊടുത്തില്ലെങ്കിൽ ഓടിപ്പോയി 2 അടി കൊടുത്തിട്ട് നികുതി പിരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇവർക്ക് എങ്ങനെയാണ്? സമാധാനമായിട്ട് എന്ത് ചെയ്യാം? കരുണ കാണിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സൈന്യം, ഇവർക്ക് കുതിരപ്പട ഉണ്ടായിരുന്നു, കാലാൾപ്പട, നാവികസേന, പീരങ്കിപ്പട ഇതൊക്കെ ഉണ്ടായിരുന്നു. അശ്വരൂഢ സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാരോട് നല്ലൊരു ബന്ധം കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ്? ഇവർക്ക് നാവികസേന ഇവർക്ക് ദുർബലമായിരുന്നു, അതുകൊണ്ടാണ്. കാരണം കൂടുതലായിട്ട് അണഞ്ഞു നിൽക്കുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടും? കുറച്ച് ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടും, അതുകൊണ്ട്. പിന്നെ മാൻസംദാരി അറിയാം, റാങ്കിനാണ്, അല്ലെ? ഓരോ ഉദ്യോഗസ്ഥരുടെ പദവിയാണെന്ന് വിളിക്കുന്നത് മാൻസം എന്ന്, സദ് എന്നും സവർ എന്നും അറിയപ്പെട്ടു.
പിന്നെ ജാഗിർദാരി എന്ന് പറയുമ്പോൾ ഇവർക്ക് കൊടുത്ത ഭൂമിയാണെന്ന് വിളിക്കുന്നത് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വലിയൊരു പാഠമാണ് അല്ലെ. മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ്, എനിക്കറിയാം ഒരു വീട്ടിലുള്ള ഒരു ക്ലാസ് ആണ്, അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. കൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തുതരാം. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇനി അടുത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കണ്ട് നിങ്ങളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അത് യൂസ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ് ആകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും ഇനി എപ്പോഴും ക്ലാസ് കാണാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. മാക്സിമം നിങ്ങൾ പഠിക്കുക. അതുപോലെ പരീക്ഷ നമുക്ക് അടുത്ത് വരുന്നുണ്ട്. ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു പാഠമാണ്. അതെല്ലാം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വലിച്ചു മാറിയിട്ട് പഠിക്കുക. അത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ നിർത്തുന്നു. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.